പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, 2025 JEE മെയിൻസിൻ്റെ അവസാന ഘട്ടം മിനുക്കുമണിയിലായിരിക്കും നിങ്ങളെല്ലാവരും. എക്സാം സ്റ്റാർട്ട് ചെയ്യാൻ ഇനിയൊരു 3 ആഴ്ചയും കൂടെയാണ് ബാക്കിയുള്ളൂ. എല്ലാവരും മോക്ക് എക്സാമുകൾ എഴുതുന്ന തിരക്കിലായിരിക്കും. മോക്ക് എക്സാം വളരെ ഇമ്പോർട്ടൻസോടു കൂടി തന്നെ നിങ്ങൾ അപ്രോച്ച് ചെയ്യണം. അതിനകത്ത് പ്രധാനമായും ടെസ്റ്റ് ചെയ്യപ്പെടുന്നത് നിങ്ങളുടെ ടൈം മാനേജ്മെൻറ്റ് തന്നെയാണ്. അതുപോലെ തന്നെ നിങ്ങൾ എന്തുമാത്രം കാര്യങ്ങൾ പഠിച്ചു, അതെങ്ങനെ നിങ്ങൾക്ക് പ്രസൻറ്റ് ചെയ്യാൻ പറ്റുന്നു എന്നതെല്ലാം അവിടെ ടെസ്റ്റ് ചെയ്യപ്പെടുന്നു. കൃത്യമായി നിങ്ങൾ മോക്ക് എക്സാമുകൾ അറ്റൻഡ് ചെയ്യണം. ഈ മോക്ക് എക്സാമുകൾ ഫേസ് ചെയ്യുമ്പോൾ പലരും പല രീതിയിലുള്ള സ്ട്രാറ്റജി ഫോളോ ചെയ്യാറുണ്ട്. ചിലർ 40, 60, 80 40 minutes for chemistry, 60 minutes for physics and 80 minutes for mathematics. അവർ പറയുന്ന റീസൺ മാത്തമാറ്റിക്സിന് കൂടുതൽ കാൽക്കുലേഷൻ വേണ്ടി വരുന്നു, അപ്പോൾ അതുകൊണ്ട് മാത്സിന് കൂടുതൽ സമയം മാറ്റി വയ്ക്കുന്നു. കെമിസ്ട്രിയൊക്കെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, അപ്പോൾ അത് കുറഞ്ഞ സമയത്ത് തീർക്കാൻ പറ്റുമെന്ന് പറയുന്നു. പക്ഷേ മറ്റു ചിലർ അങ്ങനെയല്ല, അവരെല്ലാത്തിനും ഈക്വൽ ടൈമിങ് തന്നെ 60, 60, 60. അവർ പറയുന്നത് കൂടുതൽ സമയം മാത്തമാറ്റിക്സിന് അലോട്ട് ചെയ്താലും അതത്ര എഫക്റ്റീവ് ആവുന്നില്ല. അതേസമയം ആ സമയം കെമിസ്ട്രിക്ക് ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ കെമിസ്ട്രിയിൽ കൂടുതൽ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റും, അങ്ങനെ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുമെന്ന് പറയുന്നു. നിങ്ങൾക്ക് ഏതാണോ കൺവീനിയൻ്റ് ആയിട്ടുള്ള സ്ട്രാറ്റജി അത് നിങ്ങൾക്ക് സ്വീകരിക്കാം. ഞാൻ മാത്തമാറ്റിക്സിലേക്ക് വരികയാണ്. മാത്തമാറ്റിക്സിൽ നിങ്ങൾ ക്വസ്റ്റ്യൻസ് ഫേസ് ചെയ്യുമ്പോൾ 25 ക്വസ്റ്റ്യൻസ്, ഈ 25 ക്വസ്റ്റ്യൻസിൽ ഒരു 5-6 ക്വസ്റ്റ്യൻസ് വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. ഈസി എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് ഡയറക്റ്റ് ഫോർമുല അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ്, അതല്ലെങ്കിൽ കാൽക്കുലേഷന് കാര്യമായ ലെങ്തി സ്റ്റെപ്പുകൾ വരുന്നില്ല. അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒരു 5-6 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. അത് നിങ്ങൾ ചൂസ് ചെയ്യുക. അതൊരു ഫസ്റ്റ് 20 മിനിറ്റ്സിനകം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കുക. ഡയറക്റ്റ് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് അത് ഏതൊക്കെയായിരിക്കും എന്ന് ചോദിച്ചാൽ എനിക്ക് 1-2 എക്സാമ്പിൾ പറയാൻ പറ്റുന്നത് 3 ഡയമെൻഷണൽ ജിയോമെട്രി. 3 ഡയമെൻഷണൽ ജിയോമെട്രിയിൽ നിന്ന് ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ്, അതല്ലെങ്കിൽ ഫുട്ട് ഓഫ് പെർപെൻഡിക്കുലർ, ഇമേജ്, അതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ്, ഇതൊക്കെ നിങ്ങൾക്ക് വളരെ ഫെമിലിയർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ചിലപ്പോൾ സീക്വൻസ് ആൻഡ് സീരീസിൽ നിന്നായിരിക്കും കിട്ടുന്നത്, ചിലപ്പോൾ ക്വാഡ്രാറ്റിക്കിൽ നിന്നാവാം, ചിലപ്പോൾ മെട്രിക്സ് ആൻഡ് ഡിറ്റർമിനൻസ് നിന്നാവാം. നിങ്ങൾക്ക് ഫെമിലിയർ ആണ്, ഫോർമുല ശരിക്കും അറിയാം, കൂടുതൽ സ്റ്റെപ്പുകൾ വരുന്നില്ല. അങ്ങനെ ഒരു 5-6 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്കിടെ കൈ കിട്ടും. അത് ഒരു 15 to 20 മിനിറ്റ്സ് 20 മിനിറ്റ്സിനകം തീർക്കുക. ഇനി ഒരു 10 ക്വസ്റ്റ്യൻസ് കുറച്ചുകൂടെ സ്റ്റെപ്സ് കൂടുതലൊക്കെ എഴുതി ചെയ്യേണ്ട വരും, ഒന്ന് ചിന്തിക്കേണ്ട ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ആ 10 ക്വസ്റ്റ്യൻസിന് കുറച്ചുകൂടെ സമയം നിങ്ങൾ അലോട്ട് ചെയ്യുക. അത് സെക്കൻഡ് റൗണ്ടിൽ അതിനെ കൺസിഡർ ചെയ്യുക. ഒരു 40 മിനിറ്റോ അല്ലെങ്കിൽ ഒരു 60 മിനിറ്റോ ആ ക്വസ്റ്റ്യൻസിന് വേണ്ടി മാറ്റി വയ്ക്കാം. അതൊരു 8 മുതൽ 10 വരെ ക്വസ്റ്റ്യൻസ്, അത്രയും ക്വസ്റ്റ്യൻസ് നിങ്ങൾ ട്രൈ ചെയ്താൽ മതി, അത്രയും ക്വസ്റ്റ്യൻസ് ചെയ്താൽ മതി. ബാക്കി കുറേ ക്വസ്റ്റ്യൻസ് ടഫായിട്ടുള്ളതുണ്ടാവും, നിങ്ങൾക്ക് മനസ്സിലാവാത്ത ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, നിങ്ങൾക്ക് അറിയില്ലാത്ത ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ധൈര്യമായിട്ട് അത് വിട്ട് കളഞ്ഞോളൂ. ഇത്രയും ക്വസ്റ്റ്യനെങ്കിലും മാത്സിൽ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുമെന്ന് നോക്കുക. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് മാത്തമാറ്റിക്സിൽ കാൽക്കുലേഷൻസ്. നിങ്ങൾക്ക് ശരിക്കും അറിയാവുന്ന ഒരു ക്വസ്റ്റ്യൻ, ഫോർമുല നിങ്ങൾക്ക് ശരിക്കും അറിയാം, നിങ്ങൾ 4 മാർക്ക് പ്രതീക്ഷിച്ചു, പക്ഷേ മാർക്ക് വന്നപ്പോൾ 4 മാർക്ക് നഷ്ടപ്പെട്ടു, നെഗറ്റീവ് മാർക്കും കിട്ടി. എവിടെയെങ്കിലും കാൽക്കുലേഷനിൽ ചെറിയ തെറ്റ് വന്നിട്ടുണ്ടാവും. മാത്തമാറ്റിക്സിന് സാധ്യത വളരെ കൂടുതൽ ആ കാര്യത്തിൽ. അപ്പോൾ അതുകൊണ്ട് നിങ്ങളൊരു കാര്യം ചെയ്യുക, റഫ് വർക്ക് ചെയ്യുന്നത് ഒന്ന് നീറ്റായിട്ട് ചെയ്യൂ. വെറുതെ അവിടെ എവിടെയും ചെയ്യാതെ റഫ് ഷീറ്റിൽ വളരെ ക്ലിയർ ആയിട്ട് ക്വസ്റ്റ്യൻ നമ്പറൊക്കെ കൊടുത്ത് നീറ്റായിട്ട് റഫ് വർക്ക് ചെയ്യുക. എന്നിട്ട് എക്സാം കഴിയുമ്പോൾ അത് അനലൈസ് ചെയ്യുമ്പോൾ എവിടെയാണ് നിങ്ങൾക്ക് മിസ്റ്റേക്ക് പറ്റിയത്, ഏത് സ്റ്റെപ്പിലാണ് തെറ്റിപ്പോയത് എന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കും. അപ്പോൾ നിങ്ങളുടെ വീഴ്ചകൾ എവിടെയാണ്, നിങ്ങളുടെ തെറ്റുകൾ എവിടെയാണെന്ന് മനസ്സിലാക്കി അത് പരിഹരിക്കാനുള്ള ഒരു ശ്രമം നിങ്ങൾ ഈ മോക്ക് എക്സാമുകളിലൂടെ നടത്തണം. നമ്മളിപ്പോൾ ഇവിടെയാണെങ്കിലും ചെയ്യുന്നത് കുട്ടികൾക്ക് യൂണിറ്റായിട്ട് തിരിച്ചു കൊടുത്തിരിക്കുക ചാപ്റ്റേഴ്സ്. ഏകദേശം 8 യൂണിറ്റുകളായിട്ട് ചാപ്റ്റേഴ്സ് ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ് തിരിച്ചു കൊടുത്തതിന് ശേഷം ഇപ്പോൾ അവർക്ക് നാളെ ഇപ്പോൾ യൂണിറ്റ് 5ൻ്റെ എക്സാം ഉണ്ടെന്നിരിക്കട്ടെ, ഇന്ന് അവർക്കൊരു 6 hours ആ യൂണിറ്റ് 5 ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ് റിവിഷൻ നടത്തി കൊടുക്കുന്നു. തിയറി ക്വസ്റ്റ്യൻസൊക്കെ അവർക്ക് പറഞ്ഞു കൊടുക്കുന്നു. ആ റിവിഷൻ നടത്തിയതിന് ശേഷം അവരത് പോയിരുന്നു പഠിക്കുന്നു. നാളെ അവർ ആ എക്സാം എഴുതുന്നു. കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം രാവിലെ 8:30 മുതൽ 11:30 വരെ എക്സാം എഴുതുന്നു. എക്സാം എഴുതിയതിന് ശേഷം ആഫ്റ്റർനൂൺ സെഷൻ അവർക്ക് ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഡൗട്ടുകൾ ക്ലിയർ ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ അവർക്ക് മനസ്സിലാക്കാൻ പറ്റും എനിക്ക് എവിടെയാണ് തെറ്റ് പറ്റിയത്. ആ തെറ്റുകൾ അവർ ക്ലിയർ ചെയ്യുന്നു. അപ്പോൾ നിങ്ങളും മോക്ക് എക്സാം വളരെ സീരിയസ് ആയിട്ട് തന്നെ അപ്രോച്ച് ചെയ്യൂ. അതിനകത്ത് നിങ്ങൾക്കുണ്ടാകുന്ന മിസ്റ്റേക്കുകൾ ഓരോ എക്സാം കഴിയുമ്പോഴും പരിഹരിച്ചു കൊണ്ടുവരിക. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ് നിങ്ങൾ പഠിച്ചിട്ടുള്ള ഫോർമുലാസ്. ഈ ഫോർമുലാസ് ഇനി എല്ലാ ദിവസവും നിങ്ങൾ റിവൈസ് ചെയ്യണം.
കാരണം നിങ്ങൾക്ക് അറിയാവുന്ന പല ഫോമുലയും ചിലപ്പോൾ നിങ്ങൾക്ക് മറന്നു പോകും. അപ്പോൾ അതുകൊണ്ട് ഡെയിലി അത് നിങ്ങൾ റിവൈസ് ചെയ്യുക. നിങ്ങൾക്ക് അറിയാവുന്ന ഫോമുലയാണെങ്കിൽ പോലും വീണ്ടും വീണ്ടും എടുത്ത് നോക്കുക. ഒരു പരിധി വരെയെങ്കിലും നിങ്ങൾ ഈ മോക്ക് എക്സാം എഴുതുമ്പോൾ ചിലപ്പോൾ ഫേസ് ചെയ്തിട്ടുണ്ടാവും നിങ്ങൾക്ക് അറിയാവുന്ന ക്വസ്റ്റ്യൻ, മാർക്ക് ഉറപ്പ് പ്രതീക്ഷിച്ചതാണ്, ചെയ്തു വരുന്നതിൻ്റെ ഇടയ്ക്ക് ഒരു സ്റ്റെപ്പ്, ഒരു ഫോമുല മറന്നുപോയി, ഒരു ഡൗട്ട്, അതാണോ ഇതാണോ? അപ്പോൾ ആ സംശയം നിങ്ങൾക്കുണ്ടാവരുത്. നിങ്ങൾക്ക് അറിയാവുന്നത്, നിങ്ങൾ ശരിക്കും പഠിച്ചിട്ടുള്ളത് അത് കൂടുതൽ സ്ട്രോങ് ആക്കുക. അപ്പോൾ ഫോമുലാസ് റിവൈസ് ചെയ്യുക. റിവൈസ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ചില ക്വസ്റ്റ്യൻസൊക്കെ ചെയ്യുമ്പോൾ ചില റിസൾട്ടുകൾ, ചില ട്രിക്കുകൾ ഇതൊക്കെ ടീച്ചേഴ്സ് ക്ലാസ്സിൽ പറഞ്ഞു തന്നിട്ടുണ്ടാവും. അതൊക്കെ വീണ്ടും വീണ്ടും ഒന്ന് എടുത്തു നോക്കുക. ഇനിയുള്ള ഒരു 3 ആഴ്ചക്കാലം നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ കൂടുതൽ സ്ട്രോങ് ആക്കണം. പുതിയ കാര്യങ്ങൾ പഠിക്കുന്നതിലുപരിയായിട്ട് അത് വീണ്ടും വീണ്ടും നിങ്ങൾ നോക്കിക്കൊണ്ടിരിക്കണം. അതിനകത്തൊരു ഗ്യാപ്പ് വന്നു കഴിഞ്ഞാൽ അത് നിങ്ങളുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെടും. അതിനുവേണ്ടി നിങ്ങൾ കൂടുതൽ സമയം മാറ്റി വയ്ക്കുക. ഫെമിലിയർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, കൂടുതൽ റിപ്പീറ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് അതൊക്കെ വീണ്ടും വീണ്ടും ചെയ്ത് നോക്കുക. അങ്ങനെ ഇനിയുള്ള 3 ആഴ്ചക്കാലം ഒരു സെക്കൻഡ് പോലും കളയാതെ പ്രാക്ടീസ് ചെയ്യൂ. ഓക്കെ, താങ്ക് യു.